വേൾഡ് കപ്പിന്റെ ആവേശത്തിനൊപ്പം കേരളത്തിന്റെ പച്ചപ്പ് വർദ്ധിപ്പിക്കാൻ ഒരു പള്ളി വികാരി, ഇരിങ്ങാലക്കുടയുടെ സ്വന്തം പ്ലാവച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലാണ് ഈ ലോകകപ്പിന് ഒരു ഹരിത ആശയം നടപ്പാക്കുന്നത്. ഇത്തവണ ലോകകപ്പിന് ഓരോ ഗോളുകൾ പിറക്കുമ്പോഴും കൊച്ചു കേരളത്തിൽ ഓരോ മരങ്ങൾ നടും. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ നാടിന്റെ സ്വന്തം പ്ലാവച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലാണ് ഈ ആശയത്തിന് പിന്നിൽ. പ്ലാവിന്റെയും മാവിന്റെയും തൈകൾ 1000 എണ്ണം വീതം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഫാദർ ജോയ്. ലോകകപ്പ് കളിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകളോടൊപ്പമാണ് മരത്തൈകളും ഒരുക്കിയിരിക്കുന്നത്. 2010 ലോകകപ്പ് മുതൽ ആരംഭിച്ചതാണ് ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾ ഒരു മരം പദ്ധതി. അവിടെ എത്ര ഗോൾ വേണമെങ്കിൽ അടിച്ചോട്ടെ, ആ ഒരു ഗോളിന് ഒരു മരം നമ്മുടെ കേരള നാട്ടിലുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. ഈ വേൾഡ് കപ്പിന് ഒരു പ്രത്യേകം കൂടി കിട്ടാ, ഒരു മലയാളി ഈ വേൾഡ് കപ്പിൽ സാന്നിധ്യം അറിയിക്കുന്ന കണ്ണുകാരനായിട്ടുള്ള ഖത്തർ ടീമിന്റെ ഭാഗമായ ഒരു മലയാളി കൂടി ഉണ്ട് എന്നുള്ളത് ഈ വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1000 പ്ലാവിന്റെ തൈകളും 1000 മാവിന്റെ തൈകളുമാണ് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആരാധകർ ഫ്ലക്സ് അടിക്കാനായി കണക്കില്ലാതെ പണം ചിലവിടുമ്പോഴാണ് കായിക അധ്യാപകൻ കൂടിയായ ഫാദർ ജോയിയുടെ ഈ ഹരിത ആശയം. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ 146 ഗോളുകൾ പിറന്നപ്പോൾ ഒരു ഗോളിന് 10 മരമെന്ന നിലയിൽ 1500ഓളം മരങ്ങളാണ് അദ്ദേഹം നട്ടത്. 2014 നാട്ടുമാവുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ 480ഓളം മാവിൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. 2018 റഷ്യൻ ലോകകപ്പിന്റെ ഭാഗമായി പിറന്ന 169 ഗോളുകൾക്ക് 1600ഓളം മാവുകളും വെച്ചു. 2022 ഖത്തർ ലോകകപ്പിൽ 172 ഗോളുകൾ വല തുളച്ചു കയറിയപ്പോൾ 250ഓളം വിയറ്റ്നാം പ്ലാവിൻ തൈകളുമാണ് വിതരണം ചെയ്തത്. മാവച്ചൻ, പ്ലാവച്ചൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ജോയ് പീനിക്കപ്പറമ്പിൽ ഇതിനകം തന്നെ 28,000ഓളം മരങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ വച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.